ഇന്ന് നമ്മൾ പുതിയൊരു വിഷയമായിട്ട് നിങ്ങളുടെ അടുക്കൽ കടന്നു വരികയാണ്. ഞാൻ ഡോക്ടർ രാജു, തൃക്കണ്ണമംഗലടുത്ത് കൊട്ടാരക്കര കോടതിക്ക് സമീപം താമസിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ അത് നല്ല രീതിയിൽ എടുക്കുക. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മൂത്രത്തിലെ പഴുപ്പ് എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. മൂത്രത്തിലെ പഴുപ്പ് ഞാൻ എടുക്കാനുള്ളതിൻ്റെ കാര്യം, മൂത്രത്തിലെ പഴുപ്പ് സർവ്വസാധാരണമായിട്ടുള്ള അസുഖമാണ്. എന്ന് വെച്ചാൽ അത് ആണുങ്ങളിൽ വളരെ കുറവായിരിക്കും, എങ്കിലും ആണുങ്ങളിൽ കാണുന്നുണ്ട്. ആണുങ്ങളെ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ കല്ല് കണ്ടേക്കാം, പക്ഷെ സ്ത്രീകൾക്കത് വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകളുടെ യോനിയുടെ മുകളിലുള്ളതായിട്ടുള്ള ഈ നാളം ഏതാണ്ട് 4 സെന്റിമീറ്റർ നീളം മാത്രമേ വരുന്നുള്ളൂ. അത് ഹൊറിസോണ്ടലാണ്. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മൂത്രത്തിൽ പഴുപ്പ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സ്ത്രീകളിലും കുട്ടികളിലും. കുട്ടികൾക്കും പൊതുവെ കുറവാണ്. പൊതുവെ 14 വയസ്സിന് ശേഷമാണിത് മൂത്രത്തിൽ കാണുന്നത്, പൊതുവെ പറഞ്ഞാൽ. അല്ലാത്തവർക്കും കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ മൂത്രത്തിൽ പഴുപ്പ് ഡയബറ്റീസ് രോഗികൾക്ക് ലക്ഷണം ഉണ്ടായിട്ടോ ഇല്ലായിട്ടോ വരാം. ചില ആൾക്കാർക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അവരൊരിക്കലും അറിയത്തില്ല മൂത്രത്തിൽ പഴുപ്പുണ്ടെന്ന്. ട്യൂബ് ഇടുന്ന ഏത് രോഗിക്കും ഇത് വരാം. മൂത്രത്തിൽ കൂടെ ട്യൂബ് ഇടുന്ന എല്ലാവർക്കും ഇത് വരാം. അപ്പോൾ മൂത്രത്തിന് പഴുപ്പ് വരാതിരിക്കാനായിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ചില കിഡ്നിയെ ബാധിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പൈലോനെഫ്രൈറ്റിസ് അല്ലെങ്കിൽ അക്യൂട്ട് ഗ്ലോമെറുലോനെഫ്രൈറ്റിസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കുകയും, കൂടുതലായിട്ട് വെള്ളം കുടിക്കേണ്ട കാര്യത്തിൽ നമ്മുടെ ആൾക്കാർ വളരെ കുറവാണ്. കാരണം ഈ ചില ആൾക്കാർ, ഈ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വെള്ളം കുടിച്ചാൽ എവിടെ പോകും, മൂത്രം ഒഴിക്കാൻ പോകും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ഡൗട്ട്ഫുള്ളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും കണ്ടുപിടിച്ച് പോയേ പറ്റൂ. 1.5 ലിറ്റർ 2 ലിറ്റർ വെള്ളമൊക്കെ ഡെയിലി കുടിക്കണം. കുടിച്ചാലേ നിങ്ങൾക്ക് 1 ലിറ്റർ മൂത്രം അല്ലെങ്കിൽ 1.25 ലിറ്റർ മൂത്രമൊക്കെ വെളിയിൽ പോകും. എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വണ്ടി വരും. അത് നിങ്ങൾ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അത് പാലിക്കണം. ഇല്ലെങ്കിൽ കല്ലിൻ്റെ അംശങ്ങൾ, നമ്മുടെ നാട്ടിൽ കല്ല് വളരെ കൂടുതലാണല്ലോ, അപ്പോൾ ആവശ്യം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കുക, പിന്നെ ശുദ്ധിയായിട്ട് ശ്വസിക്കുക. നിങ്ങളെപ്പോഴും മലദ്വാരം കഴുകുന്ന സമയത്ത്, മലം പോയതിനു ശേഷം മലദ്വാരം കഴുകുന്ന സമയത്ത് അത് പുറകിൽ നിന്ന് മുന്നോട്ടെടുക്കരുത്. നിങ്ങൾ മുന്നേ നിന്ന് പുറകോട്ട് കഴുകാൻ ശ്രമിക്കണം. പുറകിൽ നിന്ന് മുന്നോട്ട് കഴുകുക മലത്തിൻ്റെ അംശം യൂറിനറി ട്രാക്റ്റിൽ ഇൻഫെക്ഷനിൽ കടന്നു വരാനായിട്ട് പറ്റും. അതുകൊണ്ട് നിങ്ങൾ കഴുകുന്നത് മുന്നേ നിന്ന് പുറകോട്ട് എടുക്കണം. അങ്ങനെയാണ് നിങ്ങൾ കഴുകേണ്ടത്. അതുപോലെ നിങ്ങളുടെ അണ്ടർ ക്ലോത്ത്സ്, നിങ്ങളുടെ ജെട്ടി മുതലായുള്ള സാധനങ്ങൾ കോട്ടൺ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അത് നല്ല സൂര്യൻ്റെ വെയിലത്ത് ഉണക്കിയിട്ട് നന്നായിട്ട് തേച്ചിട്ട്, നൈലോൺ പോലുള്ള സാധനങ്ങളൊക്കെ വെള്ളം അബ്സോർവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് ഉണങ്ങത്തില്ല. എന്നാൽ കോട്ടൺ പോലുള്ള അണ്ടർവെയർസ് അത് നല്ലതാണ്. ഇൻഫെക്ഷൻ ഒരുപാട് തടയാനായിട്ട് പറ്റും. കുറേ കാലങ്ങൾ നിങ്ങൾ ജെട്ടി ഇടാതെ നടന്നാലും വീട്ടിലൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അധികം മതിലോടുകൂടി കെട്ടി കോട്ട കെട്ടുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങളെ മൂത്രത്തിൻ്റെ ഒരു ഇതായിട്ട് മാത്രമല്ല, നിങ്ങൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ കഴുകണം. അതിനുശേഷം നിങ്ങൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കണം. എപ്പോഴും pH ഓഫ് ദ യൂറിൻ എപ്പോഴും അസിഡിക് ആയിരിക്കും. അത് കുറച്ചുകൂടെ ആൽക്കലൈൻ ക്ലൈമറ്റിലാണെങ്കിൽ, അതിനാണ് ഈ സോഡിയം സിട്രൽക്ക എന്നൊക്കെ പറയുന്ന മരുന്ന് കൊടുക്കുന്നത്. കുറേ കൂടെ ആൽക്കലൈൻ ആണെങ്കിൽ അത്രയും ഇൻഫെക്ഷൻ വരത്തില്ല. അതിന് നമ്മൾ വേറെ മരുന്നുകളൊക്കെ കൊടുക്കും. അതുകൊണ്ട് മൂത്രത്തിലെ പഴുപ്പ് സർവ്വസാധാരണമായ അസുഖമാണ്. അതുകൊണ്ട് വയറുവേദന, അതുപോലെ ക്ഷീണം, ഛർദ്ദൽ ഇവയെല്ലാം വരാം. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. ലൈക്ക് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യണം, ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യണം. അങ്ങനെ ഈ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കണമേ എന്ന് പൂർണ്ണമായിട്ട് അപേക്ഷിക്കുന്നു.